അങ്ങനെ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഞാനും മിമ്മിനിയാണ്. എൻ്റെ വ്ലോഗ് ആണെന്ന് അറിയാം. മിമ്മിനി എന്ന കസിനാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈസ്റ്റ് പോർട്ടിൽ ബസ് കയറിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ശംഖുമുഖത്തോ വേളിയിലോ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ അതിനൊക്കെ മുന്നേ എൻ്റെ കസിൻ എന്ന വാക്സിൻ ഒരു ലോൺ ക്ലോസ് ചെയ്തു. അപ്പം അതിൻ്റെ സ്ലിപ്പ് കൊണ്ട് കൊടുക്കുമ്പോൾ കുറച്ച് ക്യാഷ് റീഫണ്ട് കിട്ടും. അതിനു വേണ്ടിയാണ് അപ്പം ഞങ്ങൾ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് നേരെ ആറ്റുകാലിലോട്ടാണ് വന്നത്. ആറ്റുകാൽ ബ്രാഞ്ചിൽ നിന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ബസ് കയറി ആറ്റുകാലാണ് ഇറങ്ങിയത്. അവിടെ ഇറങ്ങിയപ്പോൾ പറഞ്ഞു അവിടെയല്ല കരിമത്താന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളം താഴ്ചപ്പോൾ തൊട്ടടുത്തൊരു അരയുണ്ടായിരുന്നു. അവിടെ നിന്നൊരു വെള്ളം വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. ഞാൻ കുടിച്ചില്ല, എന്ന് തോന്നിയില്ല. അത്യാവശ്യം നല്ല ചൂടും വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞങ്ങൾ കരിമം വരെ ബസ് പോകണമെങ്കിൽ യൂബർ എടുത്ത് പോകാമെന്ന് പറഞ്ഞ് യൂബറിലാണ് പോകുന്നത്. കരിമം ഞങ്ങൾ ഇനി പാസ് ചെയ്ത് പോകുന്ന സ്ഥലമാണെങ്കിലും ഞാൻ അവിടെ പ്രത്യേകിച്ച് വലിയൊരു ആവശ്യത്തിനൊന്നും പോയിട്ടില്ല. അങ്ങനെ കരിമം ജംഗ്ഷനിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന റോഡ് നേരെ പോയി കഴിഞ്ഞാൽ പുഞ്ചക്കരയാണ് കേട്ടോ. അങ്ങനെ ഏലം ആക്സിമ ഞങ്ങൾ കണ്ടുപിടിച്ചു. ഈ പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി എടുക്കണം. ആ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന കട തൊട്ട് താഴെ തന്നെയുണ്ട്. പക്ഷെ ഞങ്ങൾ അറിയില്ല, ഞങ്ങൾ അന്വേഷിച്ച് വളർന്നു. ഒടുവിൽ കണ്ടെത്തി. അങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോയിട്ട് ഞങ്ങൾ ഒരു ഫോട്ടോ കോപ്പി എടുത്തു. ഒരു കോപ്പിയുടെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും സഹിക്കാൻ വയ്യാത്ത വെയിലാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചൂടുണ്ട്. അതായത് നമ്മൾ സിറ്റിക്കകത്ത് നിൽക്കുന്നതിനേക്കാൾ നല്ല രീതിയിലുള്ള ചൂട് എനിക്ക് ഇവിടെ അനുഭവപ്പെട്ടു കേട്ടോ. പിന്നെ ഏഴ് വാക്സിൻ ഇരിക്കുന്ന ഒരു സെക്കൻഡ് ഫ്ലോറിലാണ്. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുത്തനെയുള്ള സ്റ്റെപ്പാണ്. അതിനെത്താൻ പോലെ ഇങ്ങനെ കുത്തനെ കിടക്കുക. നമ്മൾ സൂക്ഷിച്ച് ഏറി സ്ലിപ്പായി താഴെ വീഴും. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചാണ് കയറുന്നത്. ഏല മാക്സിമം ഇവിടെയാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ബോർഡൊക്കെ മങ്ങിയിരിക്കുന്നത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആ ഓഫീസിനകത്താണെങ്കിൽ അങ്ങനെ പിന്നെ ആരും ഇല്ലായിരുന്നു. ഒരു ചേച്ചി, ഒരു അക്കൗണ്ടൻ്റ് ചേച്ചി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ ചേച്ചിനടുത്ത് കാര്യങ്ങളൊക്കെ അവൾ സംസാരിക്കുന്നുണ്ട്. ആ ഇടയിൽ ഞാൻ പിന്നെ ആ ബാൽക്കണിയിൽ ഇറങ്ങിയിട്ട് ആ റോഡ് എനിക്ക് കാണിച്ചതാന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈസ്റ്റ് പോയിട്ട് പോകുന്നത്. അതായത് നമ്മൾ ഓട്ടോ വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഒരു ജംഗ്ഷനിലാണ് നമ്മൾ ഓട്ടോ വന്ന് ഇറങ്ങിയത്. അങ്ങോട്ടേക്ക് പോകുന്നവരാണെന്ന് അറിയില്ല. ഈ റൈറ്റ് സൈഡ് കാണുന്ന വഴി നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ പുഞ്ചക്കരിയിലാണ് എത്തുന്നത്. പിന്നെ ഏഴ് മാക്സിമം ഞങ്ങൾ ഇറങ്ങിയിട്ടും ഒരു ബസ് പോയി. ഞാൻ പിന്നെ കൈ കാണിച്ച് നിർത്തി ഞങ്ങൾ ഓടി കയറുകയായിരുന്നു. അതുകൊണ്ടാണ് ബസ്സിന് പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഈസ്റ്റോട്ട് വന്നിട്ട് ഞങ്ങൾ അടുത്ത ഒരു ബസ് കയറി പാളയത്തേക്കാണ് പോകുന്നത്. ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ സ്ഥിരം സ്പോട്ടായിട്ടുള്ള ടീയാങ്കോ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. അതായത് പാളയം പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ടീയാങ്കോ ചായക്കട കാണാൻ പറ്റും. ആ ചായക്കടയിൽ തൊട്ട് ബാക്കിൽ തന്നെയാണ് ഇവർ കട വരുന്നത് കേട്ടോ. പെട്ടെന്ന് ആരെയും കടയിൽ ഒരു സ്ട്രൈക്ക് ചെയ്യുമെങ്കിലും ആ ഒരു ചായയും സ്നാക്സും മാത്രമേ അവർ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ ബാക്കിലായിട്ട് അവരുടെ ഹോട്ടലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ട് ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല രീതിയിൽ പേര് ഉണ്ട് കേട്ടോ. അതിനകത്ത് ബിരിയാണി ഭയങ്കര അഫോർഡബിളാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഒന്ന് വരുന്നത്. അപ്പോൾ അവളെന്ത് ചോദിക്കുന്നുണ്ട്, ഐസ്ക്രീം വേണോ അതോ ചോക്ലേറ്റ് വേണോ അത് ചോദിക്കുന്നുണ്ട്. അപ്പം ഒരു ടേബിൾ ഒഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ ഇരുന്ന സ്ഥലത്ത് വേറെ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം കൂടുതൽ ഇങ്ങനെ കപ്പിൾസ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നവർ അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ അപ്പുറത്ത് സ്റ്റേഡിയത്തിൻ്റെ വൈബും കൂടെ നമുക്കിങ്ങനെ കിട്ടും. അങ്ങനെ ബിരിയാണി ഓർഡർ ചെയ്തു. ഇവിടെ വാഴയിലയിലാണ് ബിരിയാണി വരുന്നത്. ഒരു അച്ചാറും സലാഡും പപ്പടവും ഒക്കെ വരുന്നുണ്ട്. ഇത് മദ്രാസ് ചിക്കൻ 65 ബിരിയാണിയാണ് കേട്ടോ. ഈ ഒരു ബിരിയാണിയാണ് ഇങ്ങനെ കളർഫുൾ ബിരിയാണിയാണ് ഇഷ്ടം. കേരള ബിരിയാണിയൊന്നും അത്ര താല്പര്യമില്ല. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് കഴിക്കാൻ വേണ്ടി ഞാൻ എല്ലാ മാസവും ഇവിടെ കഴിയുമെന്നും വരാൻ നോക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ സൈഡായിട്ട് രണ്ടും മാംഗോ മൊജിറ്റോ ആണ് പറഞ്ഞത്. അങ്ങനെ മൊജിറ്റോ വന്നു. ഞങ്ങൾ പിന്നെ ചോക്ലേറ്റ് ഷണ്ടേന്ന് പറഞ്ഞൊരു ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഒരെണ്ണേ ഓർഡർ ചെയ്തു. കാരണം ഞാനത് കഴിക്കത്തിന് ഇത് വേണ്ട. ഫൈനലി നമ്മൾ അവിടെ നിന്ന് കഴിച്ച് ഇറങ്ങി. ഇനിയിപ്പോൾ എങ്ങോട്ട് ഇറങ്ങാൻ പോകും എന്നുള്ളത് തീരുമാനത്തിന് അവസാനം ഞങ്ങൾ ചെന്നെത്തി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ലുലു മോളിൽ 50% ഓഫ് എന്നുള്ളത് കാര്യം നമ്മൾക്ക് അറിയാൻ പറ്റിയത്. ഇനി പിന്നെ നേരെ അങ്ങോട്ട് പോകാമെന്ന് കരുതി. ഇനിയിപ്പോൾ ഈ വെയിലും ചൂടൊന്നും സഹിക്കേണ്ട. ഓൾറെഡി നമ്മൾ കരിഞ്ഞ് പാടി തളർന്നു. ഇനി ബീച്ചിലും കൂടെ പോയി വെയിൽ കൊള്ളാനുള്ള ശക്തിയില്ല.
പിന്നെ ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ ലുലു മോളിലോട്ടാണ് പോവാണ്. ലുലു മോളിൽ പോയിട്ട് ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ അടുത്തൊരു പാർട്ടായിട്ട് വരും. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ആയി പോകും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.